സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നിഷ സാരംഗ്. കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ താരം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പും മുളകും എന്ന പരമ്പരയിലാണ് താരം കൂടുതൽ ശ്രദ്ധേയമായത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിവാഹിതയായി 2 പെൺമക്കളുടെ അമ്മയായ ശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ് സിംഗിൾ മദറായി മുന്നോട്ടു പോവുകയായിരുന്നു താരം. ഇപ്പോഴിതാ തനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെന്ന് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് നിഷ സാരംഗ്. നിഷ സാരംഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ ഒരു കാറ്റഗറിയല്ല. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആ അവസരത്തിൽ നമുക്ക് പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണമെന്ന് തോന്നിത്തുടങ്ങി. വെറുതെ ഇരുന്ന് നമ്മൾ കരയാൻ തുടങ്ങും. തിരക്കുകളിൽ ഓടി നടക്കാനൊരാളാണ് ഞാൻ. അതിൻ്റെ ഇടവേളകളിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സുഹൃത്തോ ആരെയെങ്കിലും ഒരാളെ ആവശ്യമാണ്. വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മൈൻഡ് മാറിപ്പോകും. 50 വയസ്സിന് ശേഷം എന്നെ എനിക്ക് സന്തോഷത്തോടെ നിലനിർത്തിയാൽ മാത്രമേ എൻ്റെ ആരോഗ്യത്തെ നാളെ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ എന്നെ നോക്കണം എന്നായിരുന്നു നിഷയുടെ വാക്കുകൾ. മക്കളോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചും നിഷ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒരിക്കൽ തനിക്ക് നിയന്ത്രണം നഷ്ടമായ സംഭവമുണ്ടായിട്ടുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു. ഇളയ മകളുടെ പിറന്നാളിന് മുന്നോടിയായി ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉടുപ്പ് തന്നെ വാങ്ങി. അതിൻ്റെ പൈസയെല്ലാം കൊടുത്ത് തിരിച്ചിറങ്ങിയ നേരത്ത് മറ്റൊരു ഡ്രസ്സ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടി വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് പിശുക്കിൻ്റെ അസുഖം ഒക്കെയുള്ള ആളാണ്. ഒരു മാസത്തിൽ എത്ര വരുമാനമുള്ളത് അതിൽ ഇത്ര മാത്രമേ ചിലവഴിക്കുകയുള്ളൂ, ഇത്ര സേവ് ചെയ്യും എന്നൊക്കെ തീരുമാനം എനിക്കുണ്ട്. അത് മക്കൾക്കും അറിയാവുന്നതാണ്. ചെലവിനുള്ള തുക മാത്രമേ ചെലവിനായി ഉപയോഗിക്കാറുള്ളൂ. അതൊരു വാശി മാത്രമല്ല, എൻ്റെ ശീലമാണ്. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട ആ വസ്ത്രം വേണമെന്ന് പറഞ്ഞ് വഴക്കുകൂടി. കഷ്ടപ്പെട്ട് അവളെ വീട്ടിലെത്തിച്ചെങ്കിലും അന്നുമുതൽ അവൾ മുറിയിൽ കയറി വാതിലടച്ചു. ഇതോടെ നിവൃത്തിയില്ലാതെ വാതിലിനിട്ട് ഒരു ചവിട്ടി ചവിട്ടി. ഇതോടെ വാതിൽ തുറന്നു. പിന്നെ 2 ദിവസം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നതിനാൽ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ട്രിപ്പിട്ടതിന് ശേഷം തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിയ ശേഷം അവൾ എന്നോട് ക്ഷമ പറഞ്ഞു. പിന്നീട് അവളുടെ സങ്കടം കണ്ട് ഏതോ ഒരു സുഹൃത്ത് ആ വസ്ത്രം തന്നെ വാങ്ങിക്കൊടുത്തു. പക്ഷേ ഞാനത് ചെയ്തില്ല എന്നും നിഷ പറയുന്നുണ്ട്.